റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് പറഞ്ഞു, കഅബേ, നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിനെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന് ആ കഅബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹുടെ മുമ്പിൽ. ഇവിടെ ഒരു വാർത്ത കേട്ടാൽ അങ്ങനെ ആയിരിക്കണം. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ നീ എപ്പോഴും നല്ലത് ചിന്തിക്കുക. അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അത് ചുമ്മാതെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നല്ലതേ ചിന്തിക്കാവൂ. നമ്മളൊരു കഥ അങ്ങോട്ട് എഴുതും, ആമിനയോട് പറയും, ആമിന ആയിഷയോട് പറയും, ആയിഷ നഫീസയോട് പറയും. പിന്നെ പടച്ചവനെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ കണ്ടു തള്ളിപ്പോവും. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളാ പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് ബറക്കത്തിനൊന്നിടും. അതാ മിസിൽ സാബാബ് വാങ്ങിക്കൂട്ടുന്നത് അവിടെയാ. ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് അല്പം ഇടുക. നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ്, അറബികളെ മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാ, അല്ല ഞാൻ നാണം കെടുത്തി, അല്ല പുറത്തു തരണേ, അല്ല ഓർക്കുവോ? അല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പം അത് നിസാരമായ ഒരു പാവമല്ല. ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ്, ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നിനക്ക് പുറത്തു തരും. എനിക്കിങ്ങനെ പുറത്തു തരിക? ഞാൻ നിന്നെ നാണം കെടുത്തി. ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിൻ്റെ വില എന്തെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ മുമ്പിൽ ചെന്നു. അള്ളാഹു ആ കഅബാലയം ചെന്ന് സിയാറത്ത് ചെയ്യാനും ആ കഅബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അള്ളാഹു